ഹലോ ഗൈസ്, എല്ലാവർക്കും വണ്ടർ വുമൺ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാട്ടോ. അപ്പോൾ വെറും 3 ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയുടെ പേര് മടക്കദോശ എന്നാണ് സാധാരണയായിട്ട് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേര് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി വിഭവമാണ്. ഇൻഗ്രീഡിയൻസ് ഷോർട്ടായിട്ട് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു ഫൈൻ ബാറ്ററായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അതിനുശേഷം ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലോട്ട് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിച്ചാൽ ശർക്കര ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒരുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചീവി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ ജീരകവും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടേബിൾ സ്പൂൺ എടുക്കുന്നവർ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് അളവ് ടീസ്പൂൺ ആട്ടോ. അപ്പോൾ ഇനി അത് കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ എസൻസൊക്കെ ആ തേങ്ങയിലോട്ടും പിന്നെ ആ ശർക്കരയിലോട്ടൊക്കെ പിടിക്കുന്ന പോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു അടുപ്പത്തോട്ട് ദോശ ചൂടാനുള്ള കല്ല് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അല്ലാത്ത സാധാ അപ്പം ചുടുന്ന അല്ലെങ്കിൽ ദോശ ചുടുന്നതൊക്കെ ചട്ടിയാണെങ്കിൽ നമ്മൾ എണ്ണ തടവി കൊടുത്തതിന് ശേഷം സാധാ ദോശ ഇടുന്ന പോലെ തന്നെ ആ ബാറ്റർ ഒഴിച്ച് നല്ലപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ദോശയ്ക്ക് കട്ടി പാടില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോഴും വലിയ രസമായിട്ട് തോന്നിയിട്ടില്ല, പിന്നെ മടക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പേപ്പർ ദോശ കനത്തിലാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നല്ലപോലെ ദോശയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ പരത്തി ചുറ്റിച്ചെടുക്കുക. 2 സൈഡ് മറിച്ചിടേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കളറ് ജസ്റ്റ് ആയിട്ടൊന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളറ് മാറിയെന്ന് വെച്ചാൽ കരിഞ്ഞു പോകുന്നതിൻ്റെ എല്ലാ പച്ച മാവിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും ഫില്ലിങ്സ് വേഗം തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നടുവേ മടക്കി 2 മിനിറ്റ് വീതം 2 സൈഡും വേവിച്ചെടുത്താൽ മതി. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. ഇത് വേഗം തന്നെ ആയിക്കോളും, ഒത്തിരി താമസമൊന്നുമില്ല. പിന്നെ തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ അതിന് കുറച്ചോ ആയിട്ട് വെച്ചാൽ മതി. അപ്പോൾ 1 കപ്പ് മൈദയും കൊണ്ട് തന്നെ ഏകദേശം ഒരു 6 ദോശ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് 4 മണി പലഹാരമായിട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കാം കേട്ടോ. ബൈ.